ഇന്ത്യക്കെതിരെ കടുത്ത നടപടിയുമായി ട്രംപ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വീണ്ടും 25% തീരുവ ചുമത്തി അമേരിക്ക. ഇത് സംബന്ധിച്ച ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. നേരത്തെ ചുമത്തിയ 25% തീരുവയ്ക്ക് പുറമെ ആണിത്. ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേലുള്ള ആകെ തീരുവ 50%. ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവുമധികം തീരുവ ഇന്ത്യക്കാണ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യക്ക് മേലുള്ള തീരുവ കാര്യമായ തോതിൽ വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. യുക്രൈൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്കുമേൽ അമേരിക്കയും സഖ്യകക്ഷികളും ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇതിനിടെ റഷ്യയിൽ നിന്ന് വൻതോതിൽ ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. ഇതുവഴി റഷ്യയെ ഇന്ത്യ സഹായിക്കുന്നുവെന്നാണ് ട്രംപിന്റെ ആരോപണം. ഇന്ത്യ നല്ല വ്യാപാര പങ്കാളിയല്ലെന്നാരോപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കടുത്ത പ്രഖ്യാപനത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. തീരുവ 50% നടപടി 3 ആഴ്ച കഴിഞ്ഞ് പ്രാബല്യത്തിൽ വരും. ജൂലൈ 30-നാണ് ഇന്ത്യയിൽ നിന്ന് US-ലേക്ക് കയറ്റി അയക്കുന്ന ചരക്കുകൾക്ക് 25% തീരുവ ചുമത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ പ്രഖ്യാപനമുണ്ടായത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ യുക്രൈനിലെ യുദ്ധത്തിന് ഇന്ത്യ പണം നൽകുന്നുവെന്നാണ് ട്രംപിന്റെ ആരോപണം. US ഉൽപ്പന്നങ്ങൾക്കുമേൽ ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുന്ന രാജ്യം ഇന്ത്യയാണ്. ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇന്ത്യയുടെ നല്ല വ്യാപാര പങ്കാളിയല്ല, കാരണം അവർ തങ്ങളുമായി ധാരാളം വ്യാപാരം നടത്തുന്നുണ്ട്. എന്നാൽ തങ്ങൾ അവരുമായി വ്യാപാരം നടത്തുന്നില്ല. അതുകൊണ്ട് തങ്ങൾ 25% തീരുവ നിശ്ചയിച്ചു. പക്ഷേ താൻ ആ നിരക്ക് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഗണ്യമായി ഉയർത്താൻ പോവുകയാണെന്നാണ് ചൊവ്വാഴ്ച ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ഇന്ത്യക്കുമേൽ ചുമത്തിയ തീരുവ ഉയർത്തുമെന്ന് ഇക്കഴിഞ്ഞ ദിവസം തന്റെ സാമൂഹിക മാധ്യമമായ യൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യ വലിയ അളവിൽ റഷ്യൻ എണ്ണ വാങ്ങുക മാത്രമല്ല, അങ്ങനെ വാങ്ങുന്നതിൽ ഏറിയ പങ്കും ഉയർന്ന ലാഭത്തിന് പൊതുവിപണിയിൽ വിൽക്കുകയും ചെയ്യുന്നു. യുക്രൈനിൽ എത്രയാളുകൾ റഷ്യ കാരണം കൊല്ലപ്പെടുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് ആശങ്കയില്ല. അതിനാൽ ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകേണ്ടുന്ന തീരുവ ഞാൻ ഉയർത്തും എന്നായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഇന്ത്യയുമായുള്ള വ്യാപാരത്തിലെ തടസ്സങ്ങളും റഷ്യയിൽ നിന്ന് ഇന്ത്യ വലിയ തോതിൽ എണ്ണയും സൈനികോപകരണങ്ങളും വാങ്ങുന്നതും ചൂണ്ടിക്കാട്ടിയാണ് ജൂലൈ 30-ന് 25% അധിക തീരുവ പ്രഖ്യാപിച്ചത്. ഉയർന്ന തീരുവ പ്രഖ്യാപനം ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി മേഖലകളെ ആകെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഉയർന്ന തീരുവ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമതയെ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ടെക്സ്റ്റൈൽസ്, തുകൽ, സമുദ്രോൽപ്പന്നങ്ങൾ, മരുന്നുകൾ തുടങ്ങിയ മേഖലകളിലാണ് കടുത്ത ആശങ്ക. കാർഷിക മേഖല, ഭക്ഷ്യ സംസ്കരണം, സ്റ്റീൽ ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള കല്ലുകൾ, പെട്രോളിയം തുടങ്ങിയവ മേഖലയും ദോഷകരമായി ബാധിക്കും.